നമസ്തേ. നമ്മൾ ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വേൾഡ് നമ്പർ 1 എനർജി പവർ സ്പേസ്, അങ്ങനെ ഒരു സ്പേസ് ഉണ്ട്, അങ്ങനെയൊരു എനർജി സ്റ്റേഷനുണ്ട്. ആ എനർജറ്റിക് ആയിട്ടുള്ള ആ പവർ സ്പേസാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്, നമ്മളുടെ ജീവനെ നിലനിർത്തുന്നത്. പക്ഷെ മനുഷ്യൻ എത്ര വളർന്നാലും ഈ സ്പേസിനെ നമുക്ക് കണ്ടെത്താൻ പറ്റുകയില്ല, നേരിട്ട് കാണുവാൻ പറ്റുകയില്ല. പക്ഷേ ഈ വേൾഡ് നമ്പർ 1 എന്ന് പറയുന്ന എനർജി പവർ സ്പേസിനെ ആർക്ക് വേണമെങ്കിലും ഹാക്ക് ചെയ്യാൻ പറ്റും. ഹാക്ക് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമല്ല, ഏത് വൈറസും അതിനകത്ത് കയറി പിടിക്കും. നമ്മളുടെ ഇൻഫർമേഷൻ മുഴുവൻ കംപ്ലൈൻ്റ് ആക്കി കളയും, നമ്മളുടെ മുഴുവൻ ലക്ഷ്യങ്ങളെയും തകർത്ത് കളയും. പക്ഷേ ആ പവർ സ്റ്റേഷനെ ഒരു കുഴപ്പവുമില്ലാതെ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും. ആ വേൾഡ് നമ്പർ 1 എനർജി പവർ സ്റ്റേഷൻ ഏതാണെന്നറിയോ? അത് നമ്മളുടെ മനസ്സാണ്, നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സാണ്. ആ മനസ്സ് ഏറ്റവും ശക്തമാണ്, പക്ഷേ ഏറ്റവും ദുർബലവും ആകുന്നത് ആ മനസ്സാണ്. ആ മനസ്സിനെ ധ്യാനം കൊണ്ടാണ് റിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നത്. നമ്മളുടെ ജീവിത ലക്ഷ്യം ഒരിക്കലും തെറ്റിപ്പോകാതെ കൃത്യമായിട്ടുള്ള ആ റൂട്ട് മാപ്പിലൂടെ നമുക്ക് പോകണമെങ്കിൽ ധ്യാനാത്മകമായിരിക്കണം നമ്മളുടെ ജീവിതം. അതിന് വേണ്ടിയിട്ടാണ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഏറ്റവും വലിയ മനസ്സ് മനുഷ്യൻ്റേതാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ മെൻഷൻ ചെയ്യാൻ കഴിവുള്ളവനെന്നൊക്കെ പറയുന്നത്. അങ്ങനെയായിരിക്കുന്ന ആ മനുഷ്യൻ്റെ മനസ്സിനെ റിപ്പയർ ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ അത് മൃഗീയമായി പോകും, മറ്റ് മൃഗങ്ങൾക്കൊപ്പമാകും നമ്മളുടെ മനസ്സ്. അപ്പോൾ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു മൈൻഡിനെ സെറ്റ് ചെയ്യണമെങ്കിൽ, അതായത് സൃഷ്ടിയുടെ വൈഭവത്തെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തെ ഗ്രഹിക്കുന്ന രീതിയിലേക്ക് മൈൻഡിനെ സെറ്റ് ചെയ്യണമെങ്കിൽ, നമ്മളുടെ ജീവിതത്തിൻ്റെ ധന്യതയിലേക്ക് നമ്മളുടെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തണമെങ്കിൽ, നമ്മളുടെ ജീവിതം എന്താണോ നമ്മൾ ലക്ഷ്യമിട്ടത് ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ മെഡിറ്റേഷനിലൂടെ, നമ്മൾ ധ്യാന മാർഗത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം. അതിനായിട്ട് ഇന്ദ്രിയങ്ങളെ പുറത്തേക്കല്ല, ഇന്ദ്രിയങ്ങളെ മനസ്സിനെ നന്നാക്കുവാനായിട്ട്, മനസ്സിൻ്റെ തകരാറുകളെ പരിഹരിച്ചുകൊണ്ട് മനുഷ്യൻ്റെ മനസ്സിനെ ഏകാഗ്രമായിട്ട് നിർത്തിക്കൊണ്ട് ജീവിത ലക്ഷ്യത്തെ കൈവരിക്കാൻ വേണ്ടിയിട്ട് ഈ ഇന്ദ്രിയങ്ങളെ അകത്തേക്ക് തിരിക്കുന്ന, പുറത്തേക്കല്ല അകത്തേക്ക് തിരിക്കുന്ന സൂപ്പർ മാജിക്കാണ് മെഡിറ്റേഷൻ. മൈൻഡിനെ കറക്റ്റ് ചെയ്യുവാനായിട്ട് നമ്മൾ ഇന്ദ്രിയങ്ങളെ അകത്തേക്ക് തിരിക്കുന്ന സൂപ്പർ മാജിക് തന്നെയാണ് മെഡിറ്റേഷൻ. അതല്ലാതെ അത് ദൈവത്തെ കാണുന്നതിനുള്ള ഉപാധിയല്ല. ആത്മശക്തിയുമായിട്ട് മനസ്സിനെ ചേർത്ത് വയ്ക്കലാണ്, കറക്റ്റ് ചെയ്യിക്കലാണ്. അതിലൂടെ ക്രിയാശക്തിക്ക് റിസൾട്ട് ഉണ്ടാക്കുന്ന പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ധ്യാനം, മെഡിറ്റേഷൻ. ഇതൊരു സൂപ്പർ സ്റ്റിഷൻ്റെ ഭാഗമല്ല, സൂപ്പർ വിഷൻ്റെ ഭാഗമാണ്. ഇതിനകത്ത് അന്ധവിശ്വാസം ആഡ് ചെയ്യേണ്ടതില്ല. ദ്രവ്യത്തെയും ദ്രവ്യവിശേഷങ്ങളെയും ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ധ്യാനം. ആത്മാവിൽ അറിവും ആ അറിവിൽ നിന്നും മനസ്സിൽ സ്നേഹവും, ആത്മാവിൻ്റെ അറിവിൽ നിന്നും മനസ്സിൻ്റെ സ്നേഹത്തിൽ നിന്നും ആഹ്ലാദം അനുഭവിക്കുന്ന ഒരു ശരീരവുമാണ് ധ്യാനത്തിൻ്റെ ലക്ഷ്യം. ആത്മാവ്, മനസ്സ്, ശരീരം എന്ന് പറയുന്ന ഈ ത്രിമൂർത്തികളുടെ ഒരുമിച്ചുള്ള സഞ്ചാരത്തെ സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മനസ്സിനെ നമ്മൾ ധ്യാനാത്മകമായിട്ട് ചിട്ടപ്പെടുത്തേണ്ടത്.